കേരളത്തിൽ മൂന്നാമതും ഒരു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരും. ഈ രണ്ട് ഇടതുപക്ഷ സർക്കാർ 10 വർഷം കൊണ്ട് അത്രയും വികസനങ്ങളാണ് ഈ കേരളത്തിനകത്ത് നടത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസ രംഗത്തായാലും അതുപോലെ തന്നെ ഗതാഗത രംഗത്തായാലും എല്ലാ രംഗത്തും വലിയ മികച്ച രീതിക്കകത്തുള്ള വികസനങ്ങളാണ് രണ്ടാം ഇടതുപക്ഷ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ചെറിയൊരു ഉദാഹരണമാണ് ക്യാമ്പസുകളിൽ FIUGP പോലുള്ള സംവിധാനങ്ങൾ നടപ്പായിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിക്കകത്തുള്ള കുതിപ്പ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോഴിക്കോടാണ് നിൽക്കുന്നത്. കോഴിക്കോട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വയനാട് കോഴിക്കോട് റോഡ് പോലുള്ള റോഡുകളെല്ലാം തന്നെ വലിയ രീതിക്കകത്ത് വികസിക്കുന്നുണ്ട്. അതുപോലെ കണ്ണൂർ മാഹി ബൈപ്പാസ് തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളും ഇടതുപക്ഷ സർക്കാർ എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഒരു മൂന്നാം ഇടതുപക്ഷ സർക്കാർ കേരളത്തെ അധികാരത്തിൽ വരും. കേരളത്തിൽ BJPക്ക് സ്കോപ്പില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ വർഗീയവാദികൾ മതരീതിയായിട്ടുള്ളൊരു ആശയങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവരത്. പിന്നെ കൂടാണ്ട് കോർപ്പറേഷൻ ജയിച്ച് വിചാരിച്ചിട്ട് അവർ അധികാരത്തിലെത്തുന്നുള്ളത് ഒട്ടും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ BJP കേരളത്തിൽ ഭരിക്കില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 10 വർഷമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് വീക്കാണ്. ഇപ്പോൾ ആദ്യത്തെ 5 വർഷം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്ന സമയത്ത് കുറേ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതൊന്നും എൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ആദ്യത്തെ ഒരു 5 വർഷം പ്രതിപക്ഷം പോയിട്ടുള്ളത്. പിന്നെ ഒരു 5 വർഷം എത്തുമ്പോൾ കുറച്ചും കൂടിയും മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങളാണ് അവരെ പിന്നോട്ട് നയിക്കുന്നത്. ഇപ്പോൾ KPCC പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള അടി, അങ്ങനെ ഗ്രൂപ്പും കാര്യങ്ങളായിട്ട് നിരവധി പ്രശ്നങ്ങളാണ് പ്രതിപക്ഷത്തിനെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു തളർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 10 വർഷം ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആൻറ്റി ഇൻഡിമെൻസി എന്നൊക്കെ പറയും. പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഈ പ്രതിപക്ഷത്തിനാവുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത.